എനിക്ക് ബ്രെയിൻ ട്യൂബറിന്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചിന്റെ നോക്കുമ്പോണ്ട് ഉമ്മ ഒരേ കരച്ചില്. ഒരു സൈഡ് മൊത്തം തളർന്ന് എല്ലാം വീണ് അവിടെ നിലത്ത് വീണല്ല. അപ്പൊ പൈസ ഇല്ലാത്തോണ്ട് തന്നെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും കുറെ ആളടുത്തുനിന്ന് ഇങ്ങനെ അപമാനം ഉണ്ടായിക്ക്. ചുരുക്കി പറഞ്ഞ ഞാനിപ്പോ എനിക്ക് വേണ്ടിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ ഇപ്പൊ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നതെന്ന് പറയാം. ഇൻഷാ അള്ളാ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും അതിനു വേണ്ടി എന്തായാലും പ്രയത്നിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വേണമെങ്കിലും ഞാൻ പോവും. ഹലോ വൈസ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി അല്ലേ. എന്താന്ന് വെച്ചാല് എനിക്ക് ബ്രെയിൻ ട്യൂബറിന്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാ ഇപ്പൊ ഉള്ളത്. ഞാൻ ബെൽഗാം എന്ന് വന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ലെന്ന് വെച്ചാൽ നല്ല ഛർദിയും പിന്നെ ചെറിയൊരു തലകറക്കെല്ലാം വരുത്തു തുടങ്ങി. പച്ചവെള്ളം അടക്കം കുടിച്ചാൽ വരെ അതും ഛർദിക്കൽ തന്നെ. ഞാൻ ബെൽഗാം എന്ന് വന്നിട്ട് ഒരു 2 ആഴ്ചത്തോളം ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മഞ്ഞപ്പിത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ എന്നിട്ട് ഡോക്ടർ ഛർദിന്റെ ഗുളിക തന്ന്. എന്നിട്ട് അതൊന്നും കുടിച്ചിട്ടൊന്നും ഒരു ഉപയോഗമില്ല. അങ്ങനെ ഏകദേശം ഒരു 5-8 ഡോക്ടർമാരെ കാണിച്ച് എന്നിട്ട് ഗുളിക കുടിച്ച് ഒന്നൊരു ഇതില്ല, മാറ്റമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് ജസ്റ്റ് MRI സ്കാൻ ഒന്ന് എടുത്ത് നോക്കുന്നു. തലശ്ശേരി പോയി MRI സ്കാൻ എടുത്ത് പിന്നെ പിറ്റേന്ന് പോയത് റിസൾട്ട് മേടിക്കാൻ പോയത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയാണ് പോയത്. ഉമ്മയും ഉപ്പയും പോയി. എന്നിട്ട് ഇവര് നേരെ ഈ പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ റിസൾട്ട് എല്ലാം കാണിച്ച് നേരെ റിസൾട്ട് കണ്ടേരോ ഡോക്ടർ ഉണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന പോലെ ഇങ്ങനെ ഈ റിസൾട്ട് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ ഉമ്മ പറഞ്ഞ ഡോക്ടറോട് ഇത് ഒന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇങ്ങന്നേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പൊ അവിടെ ഉമ്മാട് ഇങ്ങനെ കാര്യം പറഞ്ഞു കൊടുത്ത്. ഓന്റെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു നീർക്കെട്ട് പോലെ ഉണ്ട്. നേരം നീർക്കെട്ടിന്റെ അടുത്ത് തന്നെ മറ്റേ ട്യൂമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോ ഇതെല്ലാം കേട്ട് ഉമ്മി ഉപ്പല്ലോ ഒരേ കരച്ചല്. നേരം ഡോക്ടർ പറഞ്ഞ് ഇവന്റെ എന്തോ ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ കണ്ടത്, ഇങ്ങനെ ഛർദിയൊന്നും ആർക്കും അങ്ങനെ വരത്തില്ല. നേരം ഛർദി വന്നോണ്ട് സ്കാൻ എടുത്ത് അങ്ങനെ സ്കാനില് അത് മാത്രല്ല ഈ നീർക്കെട്ടുള്ളതുകൊണ്ടാ ഈ സ്കാനിൽ കാണുന്നത് തന്നെ ഈ ട്യൂമറിന്. അപ്പോ ഓർ പറഞ്ഞിട്ട് ഈ നീർക്കെട്ട് വന്നത് അവന്റെ ഭാഗ്യം പറഞ്ഞ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഡോക്ടറെല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഉമ്മ പരുക്ക് വരുമ്പോ ഞാൻ നോക്കുമ്പോ ഉമ്മ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞ് ഒന്നും പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞ് ഇതാക്കിയതാ. ഞാനതങ്ങ് വിട്ട്. എന്നിട്ട് പിന്നെ കുറച്ചിന്റെ നോക്കുമ്പോണ്ട് ഉമ്മ ഒരേ കരച്ചല്. ഞാൻ നോക്കുമ്പോ ഉമ്മ കരയുന്നു, സംഗതി അവൻ്റെ അടുത്ത് പറയുന്നില്ല. അപ്പോ ഞാൻ ഉമ്മാട് ഞാൻ ചോദിച്ച്, ഉമ്മാന്റെ അരിയത്ത് വന്നിട്ട് പറഞ്ഞ് ഉമ്മ സത്യം പറ എന്ന ഡോക്ടർ എന്നാ പറഞ്ഞത്. അന്നേരം ഉമ്മ എന്നെ അപ്പാട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുന്നു ഇനി എൻ്റെ എല്ലാം പൊരുത്തപ്പെടണം. എന്റെ തലയിൽ ഒരു ചെറിയൊരു പൊറ്റ പോലത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സർജറി ചെയ്തിട്ടൊന്ന് അതൊന്ന് ഇത് പോക്കിയാൽ ഇതാവും, റെഡിയാവും. ആകെ ഒരു 1/4 മണിക്കൂറിന്റെ പെട്ടെന്ന് ചെയ്യുന്നതാള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാക്കിയതാ. ഞാൻ വെച്ചാ 1/4 മണിക്കൂറല്ല, അതൊന്നും പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇതാക്കിയില്ല. എന്നറിയാം ഒന്നും വലിയ പേടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിന്ന്. പക്ഷെങ്കിൽ ഭാഗ്യത്തിന് എന്തോ ഭാഗ്യം കൊണ്ട് ഉമ്മ ട്യൂമറാന്ന് പറഞ്ഞിട്ടില്ല. ട്യൂമറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ നേരെ യൂട്യൂബ് പോയിട്ട് എല്ലാം അടിച്ചിട്ട് അതിന്റെ ടെൻഷൻ മൊത്തം തലേ കയറ്റിയിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അന്ന് അവിടെ രാത്രി അഡ്മിറ്റ് ആയി. എന്നിട്ട് പിന്നെ അന്ന് തന്നെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ്. എന്നിട്ട് അന്ന് തന്നെ ഇങ്ങനെ ഓപ്പറേഷനും കഴിഞ്ഞ് അൽഹംദുലില്ലാ എല്ലാം റെഡിയായി. ഓപ്പറേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് നടന്ന്. എന്റെ ഓപ്പറേഷന്റെ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് ഓരോ സഹായം ചെയ്തിക്ക്. പിന്നെ കുറെ ആൾക്കാർ ദുആ ചെയ്തിക്ക്. പിന്നെ മക്കത്ത് നടക്കോ ദുആലും ചെയ്തിക്ക്. ഓരോരുത്തരുടെ പേരിങ്ങനെ അടുത്തടുത്ത് വരാൻ പറ്റില്ല, എന്ന് വെച്ചാല് അത്രക്കാർ ആൾക്കാരുണ്ട്. അന്നേരം എന്തായാലും ഒരാളെങ്കിലും എന്തായാലും വിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ദുആ ഉണ്ട്. പിന്നെ ഒരിക്കലും മറക്കൂല. എന്താന്ന് വെച്ചാല് ഇവരിങ്ങനെ എനിക്ക് വേണ്ടി സഹായം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കൂലേനു. അപ്പോ എല്ലാവർക്കും എന്റെ അന്നേരം വലിയൊരു ദുആ ഉണ്ട് എല്ലാവർക്കും. ഇനി നമുക്ക് മറ്റേ ബാക്കി കഥയിലേക്ക് വരാം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് ഫിസിയോ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, മർജാന നമുക്ക് എണീക്ക്, അല്ല എണീക്ക് നമുക്ക് ഒന്ന് നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെച്ചാൽ ഇതെന്തിനാളി, ഞാൻ അതുവരെ
ഈ എൻ്റെ ട്യൂമറാ സർജറി പിന്നെ അങ്ങനെ ഒന്നും എനിക്ക് പറഞ്ഞൂടെ ചെയ്തുകൂടാ. ഇങ്ങനെ തല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല ബെഡിന്ന്, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ വിചാരിച്ച് ഇതെന്നാളി ഇവരിങ്ങനെ എണീച്ച് നടക്കലും പറയുന്നതെന്നാളി ഒന്നും തിരിയുന്നില്ല. അപ്പട് ഞാൻ അപ്പട് എന്താ പറയാ എങ്ങനെയല്ലോ തല പൊന്തിച്ച് ഇതാക്കിയിട്ട് തല ഇങ്ങനെ നേരെ നേരെ എനിക്ക് തിരിഞ്ഞേ. എന്റെ തല ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കുന്നില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ആടി കളിക്കുന്നേ. ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല എന്റെ തലേനെ. പ്രസവിച്ച പാടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ തല ഉറക്കാത്ത, അതേപോലത്തെ അവസ്ഥ. അന്നേരം എന്താ പറയാ എന്റെ മൈൻഡിൽ മൊത്തം എന്താ പറയാ ഫുള്ള് കട്ടായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി എനിക്കിപ്പോ ഇനി ജീവിതകാലം മൊത്തം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എനിക്ക് സാധാ എന്റെ എന്താ പറയാ ഫുള്ള് കടപ്പിലായിരിക്കും, അങ്ങനെല്ലാം വിചാരിച്ചതായി. ഞാൻ ഇതുവരെ ട്യൂമറിന്റെ ഒരു ഇത് അറിഞ്ഞൂടല്ല എനിക്ക്. ട്യൂമറാ ചെയ്തേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഞാൻ ഫുള്ള് കരച്ചില് അന്ന് മൊത്തം ഇത്. അന്നേരം എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനെ ട്യൂമറായിരുന്നു. പിന്നെ പിന്നെ 1/4 മണിക്കൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് 6 മണിക്കൂർ ഓപ്പറേഷൻ അത് സംഭവം. അതെല്ലാം അന്നേരം അതിരുന്നെ. എന്നിട്ടിപ്പോ 2 മാസം എന്നാ നല്ല പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ നല്ല റെഡി ആയിട്ട് ഇപ്പൊ റെഡി ആയിട്ടാണുള്ളത്. ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഡോക്ടർ പറയുന്നുണ്ടാവും നിങ്ങളെ എൻ്റെ ഉമ്മയോട് പറയുന്നുണ്ടാവും നിങ്ങളെ മോൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ട്യൂമറിന്റെ ഇതെന്ന് വെച്ചാല് സാധാരണ ഒന്നും സിംറ്റംസ് ഒന്നും കാണിക്കൂല. അതിന്റെ ഇതിങ്ങനെ എഫക്ട് കൂടി കൂടി വന്നിട്ട് എന്താ പറയാ ഒരു സൈഡ് മൊത്തം തളർന്ന് എല്ലാം വീണ് അവിടെ നിലത്ത് വീണല്ല അന്നേരം നമുക്ക് തിരിയുള്ളൂ ഇങ്ങനെ ട്യൂമറേനും അത് ഇതല്ലോ. ഇത് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഛർദി ഉണ്ടായി. പഠിച്ചോണ്ട് ഇതുകൊണ്ട് പഠിച്ചോണി ഛർദി കാണിച്ചാന്ന്. പിന്നെ എനിക്ക് ഇങ്ങനെ ഛർദിയും ഈ ചെറിയ തലകറക്കെല്ലാം ഉള്ള സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബോറടിച്ചുകൊണ്ട് പിള്ളേരോട് ടർഫിൽ കളിക്കാൻ പോയിക്കാൻ ഒരു ദിവസം. അങ്ങനെ ഒരു ബോളിന് വേണ്ടിയിട്ട് അപ്പോൾ ഓടുമ്പോ ഞാൻ അപ്പോൾ ഫുള്ളായിട്ട് തല ഇറങ്ങി ഒറ്റ വീകല് വെറുണ്ട് അന്നേരം ഫുള്ള് റോളടിച്ചിട്ട് ഒറ്റ വീകല്. പിന്നെ കണ്ണു തുറക്കുമ്പോണ്ട് ടർഫ് മൊത്തം എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ആടി കളിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടേ പോയെ. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ എല്ലാം റെഡി ആയിക്ക്. പിന്നെ വേറെ ഒരു കാര്യം, ഞാൻ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന്. അതെന്താന്ന് വെച്ചാല് ഞാൻ അതിലേക്ക് പോകും മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ഇതുവരെ കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലേ കണ്ടത് ഇതുവരെ? എന്നാ ഇപ്പം തന്നെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും ചെയ്തു. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്ക്. എന്താന്ന് വെച്ചാല് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും ഞാനിപ്പം പറഞ്ഞുതരാം സംഭവം ഒന്ന്. അപ്പൊ അതിലേക്ക് എത്താൻ എന്തായാലും എനിക്ക് പറ്റൂല, ഒറ്റയ്ക്ക് എന്തായാലും പറ്റൂല. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണോ. അപ്പൊ ഞാന് സംഭവം എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഞാൻ ഇങ്ങനെ ഫുട്ബോൾ ഒരു പാഷനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്റെ വീഡിയോ എല്ലാം കണ്ടാല്. എനിക്കിങ്ങനെ ഫുട്ബോളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഞാൻ ഈ ചാനലിനെ കാണുന്നത്. എന്താന്ന് വെച്ചാല് ഭാവിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വ്ളോഗിലും ചെയ്ത് ഇങ്ങനെ എന്താ പറയാ ഒരു ഫേസ് വാല്യൂ എല്ലാം കിട്ടിയാല് കുറെ കോച്ചുമാർ പിന്നെ പ്ലേയേഴ്സിനെല്ലാം ഇങ്ങനെ എനിക്ക് എന്തായാലും ഒരു പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അന്നേരം ഈ കോച്ചുമാരോടെല്ലാം എനിക്ക് കമ്പനിയായി ഇങ്ങനെ പരിചയപ്പെട്ടെല്ലാം ചെയ്താല് ഓരോടെ എനിക്ക് ഓരോ ടീമിലേക്കോ വേറെ ഏതെങ്കിലും ടീമിലേക്കെല്ലാം എനിക്ക് ട്രയൽസ് ചോദിക്കാം. എനിക്ക് ആ ട്രയൽസിന് പോയിട്ട് അങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. അത്ര അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കോ. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നതല്ല ഏത് ഭാഗത്ത് ഇതാക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യുന്ന ആൾക്കാരും അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാല് ഇപ്പോ ഫേസ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആരോട് വേണമെങ്കിലും പരിചയപ്പെടാൻ പറ്റും. ഓരോട് ഇങ്ങനെ അടുത്ത ഓവറിലോട്ട് നിങ്ങൾക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവാ. അങ്ങനെ ഓരോ ഇതുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങാ. അപ്പൊ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോ. ഞാൻ ഇത്രയ്ക്കും ഇങ്ങനെ ഫുട്ബോളർ ആവണമെന്ന് ഇങ്ങനെ പ്രയത്നിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. അപ്പോ ഞങ്ങൾക്ക് സ്വാഭാവികം എല്ലാവർക്കും അറിയായിരിക്കും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കുറെ ആളടുത്തുനിന്ന് ഇങ്ങനെ അപമാനം ഉണ്ടായിക്ക്. അതും ഈ അപമാനിച്ചതോ എൻ്റെ മുമ്പിൽ തന്നെ. ഞാൻ അന്ന് ഞാന് ഒരു അന്നേരം മനസ്സിൽ ഇതാക്കി വെച്ചതാ ഒരു നല്ലൊരു നിലയിലെത്തിയിട്ട് എന്ത് രീതിയിലും ഞാൻ എങ്ങനെങ്കിലും വലിയ നിലയിലെത്തിയിട്ട് എൻ്റെ ഫാമിലിനെ എന്തായാലും പ്രൗഡ് ചെയ്യിക്കുന്ന ഒരു ഇതായിട്ട് ഞാൻ വെച്ചതാ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വേണമെങ്കിലും ഞാൻ പോവും. എനിക്കറിയാം ഇതെന്തായാലും ഒന്ന് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണെന്ന് അറിയാം. പക്ഷെങ്കിൽ ഫുട്ബോള് അപ്പോ അതില്
ഒരു കഷ്ടപ്പെട്ട് നിന്ന് നല്ല നിലയിലെത്തിയാൽ തന്നെ നല്ല സാലറി കിട്ടൂ. അത് വിചാരിക്കാൻ പറ്റാത്ത ഒരു സാലറിയാ. ഇൻഷാല്ലാ ഒരു ദിവസം എന്തായാലും അവിടെ എത്തിപ്പെടുമെന്ന് എനിക്ക് ഒരിതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോ എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. ഞാനിപ്പോ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നതെന്ന് പറയാം. എന്താ വെച്ചാൽ എങ്ങനെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്റെ ഫാമിലീനെ പ്രൗഡ് ചെയ്യിക്കണം. ഞാൻ എൻ്റെ ഉമ്മക്ക് കുറേ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് മേടിച്ച് തരൂ, അത് ആക്കൂ ഇതാക്കൂ എന്നല്ലോ. അതെല്ലാം എനിക്ക് എന്തായാലും ഇൻഷാല്ലാ എന്തായാലും നിറവേറ്റണം. ഇൻഷാല്ലാ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും അതിനു വേണ്ടി എന്തായാലും പ്രയത്നിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ വീഡിയോ ലൈക്കും ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം.